ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും വറുത്തരച്ച തിരണ്ടിക്കറിയാണ്. സോ തിരണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അരിഞ്ഞ് നമ്മുടെ മീൻകറിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആണ്. നമ്മൾ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തേങ്ങ എന്തായാലും വേണം. അതേപോലെ തന്നെ കുറച്ച് ഒരു നുള്ള് വേപ്പില, ഇഞ്ചി, രണ്ടല്ലി വെളുത്തുള്ളി, ഇത്തിരി സവാള. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് ആ പാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം. ഓക്കെ, ഇനി ഞാൻ ഇച്ചിരി ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ വറുത്ത് ബ്രൗൺ കളറാക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇത്. ഓക്കെ, ഇതിനകത്ത് ഉപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടത്തില്ല. നമ്മൾ ഇത് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി ആക്കിക്കൊണ്ടിരിക്കുക. നല്ല ബ്രൗൺ കളറായി കിട്ടും. ഓക്കെ, നല്ല ബ്രൗൺ കളറായി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പാൻ ഓഫ് ചെയ്യുക. പാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊടികളിടുന്നത്. ഓക്കെ, പാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിപ്പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ആ ബ്രൗൺ കളറായിട്ട് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയിൽ തന്നെ കിടന്ന് മൂത്തോളും. ഓക്കെ, അപ്പോൾ എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് മൂത്ത് ആ ഒരു ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കും മിക്സിയിലിട്ട് അടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളകുമാണ് ഇട്ടത്. ഞങ്ങൾക്ക് നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് ഇടുവാണെങ്കിൽ നല്ല കളറോട് കൂടെ കിട്ടും. ഓക്കെ, അതേപോലെ 1 നുള്ളു മഞ്ഞൾപ്പൊടി. ഇത്രയേ ഉള്ളൂ പൊടികളുടെ ഇടത്തിൽ. പൊടികൾ അതിന് വേണ്ടതൊന്നും ചേർക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഉപ്പും ചേർക്കുന്നില്ല. ഉപ്പ് ഞാൻ കറിയിലേക്ക് ഡയറക്റ്റാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് നന്നായിട്ടിപ്പോൾ ഒന്ന് എന്താ പറയുക, മൂത്ത് പൊടിയുടെ പച്ചപ്പെല്ലാം പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. ഇതിപ്പോൾ നമ്മൾ മീൻകറിക്ക് ആയതുകൊണ്ട് വെള്ളം ചേർത്ത് അരിച്ചാലും കുഴപ്പമില്ല. സോ ഞാൻ വെള്ളം ചേർത്തിട്ടാണ് അടിക്കുന്നത്. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെള്ളം ചേർത്ത് അടിച്ച് നല്ല പരിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടി വെച്ചു. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അതേപോലെ സവാള, വേപ്പില, ഇഞ്ചി, ഓക്കെ, ഈ എല്ലാ സാധനവും കൂടെ നന്നായിട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പിടാവുന്നതാണ്. സോ പെട്ടെന്നൊന്ന് മൂത്തിടാൻ. ഇത് ബ്രൗൺ കളറൊന്നും വേണ്ട. നമ്മൾ സാധാരണ പറ്റുന്ന പോലെ സവാളയുടെ ഒന്ന് പച്ചപ്പ് പോയാൽ മാത്രം മതി. അപ്പോൾ സവാള ഏകദേശം ഒരു പിങ്കിഷായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ അരപ്പ്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കുറുകി വരും. ഓക്കെ, അരപ്പിടുക. അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി, ഞാൻ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂടെ ഇട്ട് വയ്ക്കും. അപ്പോൾ ആ പുളിയും അതേപോലെ ഈ അരപ്പിൻ്റെ ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ചെയ്താവും. നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇതാവും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇതാവണം. അപ്പോൾ അതൊന്ന് ഒരു ചെറിയൊരു തള വരും. ഓക്കെ, ചെറിയൊരു തള വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മാറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തിരണ്ടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുറുകാനൊക്കെ ഉള്ള രീതിയിൽ, ഒന്ന് തിളയ്ക്കാനൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഒരു ചെറിയ തള വരാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു തള വരുന്നുണ്ട്, കണ്ടില്ലേ, എണ്ണയൊക്കെ ചെറുതായിട്ട് പൊങ്ങി. അപ്പോൾ ഞാൻ ഫിഷ് ഇട്ട് കൊടുത്തു. ഓക്കെ, തിരണ്ടിയാണ്, അതുകൊണ്ട് മുള്ളൊന്നും എന്താ പറയുക കളയേണ്ടി വരില്ല. അത് കടിച്ച് തിന്നാൻ പറ്റുന്ന അത്ര ഇതായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പക്ഷേ തിരണ്ടി സാധാരണ രീതിയിൽ വെച്ച ടേസ്റ്റ് ഉണ്ടാവാറില്ല. വറുത്തരച്ച് തന്നെ വെക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. സോ തിരണ്ടി എല്ലാം മുങ്ങുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ തിരണ്ടി കഷ്ണത്തിൽ പുളി ഇതെല്ലാം ഉപ്പും എല്ലാം പിടിക്കണം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളെല്ലാം ചേർത്ത് വെക്കാൻ. ഇനി ഇതിവിടെ ഇരുന്ന് തിളച്ച് ആ എണ്ണയൊക്കെ പൊന്തി, ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു പതയ്ക്കില്ലേ, അതൊക്കെ പോയി എണ്ണ നന്നായിട്ട് പൊന്തി വരും. സോ അത്രയേ ഉള്ളൂ. അത്ര സിമ്പിളാണ് നമ്മുടെ തിരണ്ടിക്കറി, വറുത്തരച്ച തിരണ്ടിക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.